ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് തിരുവോണത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ്. തിരുവോണത്തിന് ഉണ്ണി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് നമ്മൾ കൊല്ലത്തെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം സമയമൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. കുറച്ച് ദിവസം മഴയൊക്കെ കഴിഞ്ഞ് നല്ല വെയിലൊക്കെ അടിച്ച്. അപ്പോൾ ഞാൻ ഒരു ഹാഫ് സാരിയാണ് എടുത്തത്. ഞാൻ ആദ്യമായിട്ട് എന്താണ് ഹാഫ് സാരി എടുക്കുന്നത്, ഇങ്ങനത്തെ ഒരു ഹാഫ് സാരി. അല്ലാതെ സെറ്റ് മുണ്ടെടുത്ത് ഞാൻ സ്വന്തമായി ഹാഫ് സാരി ഉണ്ടാക്കി എടുക്കുമെന്നൊക്കെ ഉള്ളൂ. അല്ലാതെ അമ്മ തച്ച് തന്നിട്ട് ഇട്ടത്. ഇപ്പോഴും അമ്മേൻ്റെ സന്തോഷമൊക്കെ എനിക്കുണ്ട്. അങ്ങനെ കുറേ ദൂരം പോയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു, ഒരു രക്ഷയില്ല. അങ്ങനെ ഉണ്ണി ഒരു കട കണ്ടുപിടിച്ച് എനിക്ക് നാരങ്ങവെള്ളം കൊണ്ടു തന്ന്. നാരങ്ങവെള്ളം കുടിച്ചതോടെ എൻ്റെ ഓണം കുളമായി. ഒരു വയ്യ കുളത്തില്ല, പച്ച വെള്ളത്തിനകത്ത് നാരങ്ങ ഇട്ട് തന്ന്. അതിനകത്ത് ഒരു ജീവനില്ല. അങ്ങനെ വീട്ടിലെത്തി കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഉണ്ണി ഡ്രസ്സൊക്കെ ഇട്ട് നോക്കും. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. എനിക്കുണ്ടായിരുന്നു, അത് ഞാൻ നേരത്തെ ഇട്ട് നോക്കിയത് കൊണ്ട് ഇപ്പോൾ എനിക്ക് ഇട്ട് നോക്കേണ്ടി വന്നില്ല. ഉണ്ണിക്കിപ്പം എടുത്തതേ ഉണ്ടായിരുന്നുകൊണ്ട് ഉണ്ണി അതൊക്കെ ഇട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞ് കറങ്ങിയൊക്കെ കാണിച്ചു തരാം. അങ്ങനെ കറങ്ങിയൊക്കെ കാണിച്ചു തരും. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് ഓരോരുത്തരെയായിട്ടൊരുന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന്. അതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കണമെന്നുള്ള അപ്പം ആ സമയമൊക്കെ ഫുഡ് കഴിക്കാൻ സമയപ്പോഴേ നമ്മൾ എത്തിയത്. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാനായിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു. പരിപ്പ് മാത്രമാണ് ഞാൻ സദ്യയിൽ കഴിക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ സാമ്പാർ കഴിച്ച്. ഈ പ്രാവശ്യം ഞാൻ സാമ്പാർ കഴിച്ചല്ല, ഞാൻ കഴിക്കത്തില്ല. പിന്നെ ബോളി ഉണ്ടായിരുന്നു. ബോളി ഉണ്ണിക്കുട്ടൻ വന്ന സമയം തൊട്ട് നമ്മൾ ബോളി കഴിക്കാൻ തുടങ്ങിയത്. അതിനുമുമ്പ് നമുക്ക് ബോളിയില്ല, പാൽപ്പായസവും ഇല്ല. പാൽപ്പായസം എന്ന് വെച്ചാൽ സേമിയ ആയിരിക്കും നമ്മളെ പാൽപ്പായസം. ഇപ്പം നമുക്ക് പാൽപ്പായസം ഉണ്ട്, അരിയുടെ വെച്ചിട്ടുള്ള പാൽപ്പായസം ബോളിയും മസ്റ്റ് ആയിരിക്കും എല്ലാ ഓണത്തിനും. അത് നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകണം. കാരണം നമ്മളെ കൊല്ലത്ത് എൻ്റെ വീടിൻ്റെ സൈഡിൽ ഇതിങ്ങനെ കിട്ടാറില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മളെ സിനിമയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി സിനിമയ്ക്ക് ഒക്കെ കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പോയ സിനിമ ലോകയെന്ന് പറയുന്ന സിനിമയായിരുന്നു. നമുക്ക് ഫ്രണ്ടിലാണ് സീറ്റ് കിട്ടിയത്. അല്ലാതെ സീറ്റൊന്നും ഇല്ലായിരുന്നു. നമ്മളങ്ങനെ ഞാനും ഉണ്ണി ഒരു പ്രാവശ്യം കണ്ടായിരുന്നു. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ കണ്ടായിരുന്നു. പിന്നെ അവരാരും കാണാത്തതുകൊണ്ട് ഒന്നും കൂടി കാണാമെന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരും കൂടി മൂവിക്ക് പോയി. രണ്ടാമത് പ്രാവശ്യം കണ്ടപ്പോൾ ഒരു മടിയും ഇല്ലാതിരുന്ന് കണ്ട്. ഞാൻ സാധാരണ ഒരു സിനിമ ഒരു പ്രാവശ്യം കണ്ടിട്ട് പിന്നീട് കാണാൻ എനിക്ക് ഒരു താല്പര്യവും കാണത്തില്ല. കാരണം എനിക്കൊരു ഇൻട്രസ്റ്റ് അതിനോട് തോന്നാറില്ല. പക്ഷേ ഇത് ഞാൻ രണ്ടാമത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം കാണുന്ന ഒരു ഫീൽ തന്നെ നമുക്ക് രണ്ടാമത് കാണുമ്പോഴും തോന്നുന്നത്. അല്ലാത്തൊരു പഴയ സിനിമ നേരത്തെ കണ്ട ഒരു സിനിമ കാണുന്നൊരു ഫീലൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കണ്ട് സിനിമയൊക്കെ കണ്ട് ഇനി നമുക്ക് നേരെ തിരിച്ച് വീട്ടിൽ പോകണം. അപ്പം നമ്മൾ 5 പേരും കൂടി ഇനി നേരെ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പം ഓണം അടിപൊളിയായിരുന്നു. ഇനി നാളെ ഓണമുണ്ട്, മറ്റന്നാൾ ഓണമുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ ഓണം ഇത്രയേ ഉള്ളൂ. നിങ്ങളെയൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു പറയണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.